മാസപ്പടി കേസിൽ SFIO അന്തിമ റിപ്പോർട്ടോടെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനാണ് റിപ്പോർട്ട് കൈമാറുക. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നേരത്തെ നൽകിയിരുന്നു. അന്തിമ റിപ്പോർട്ട് പരിശോധിച്ച് കേന്ദ്ര സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയാൽ തുടരന്വേഷണം പൂർത്തിയാക്കി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതികളിലെന്ന് ഒന്നിൽ പ്രോസിക്യൂഷൻ കംപ്ലീറ്റ് ഫയൽ ചെയ്യും. അന്വേഷണം ആരംഭിച്ച് 2 മാസം പൂർത്തിയാകുമ്പോൾ എക്സലോജിക് CMRL സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ മൊഴിയെടുക്കലുകളും രേഖകളുടെ പരിശോധനയും SFIO പൂർത്തിയാക്കിയിട്ടുണ്ട്. 2013 കമ്പനീസ് ആക്ട് 212 1A 1C വകുപ്പുകൾ പ്രകാരമായിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് അന്വേഷണം. SFIO അന്തിമ റിപ്പോർട്ട് പരിശോധിച്ച് കേന്ദ്ര സർക്കാരാണ് പ്രോസിക്യൂഷൻ നടപടികളിൽ തീരുമാനമെടുക്കുക. റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉള്ളതായി കണ്ടെത്തിയാൽ കേന്ദ്ര സർക്കാർ പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകും. കമ്പനി ലോ 447 വകുപ്പ് പ്രകാരമാണ് തുടർന്ന് SFIO അന്വേഷണം നടക്കുക. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന അധികാര പരിധികളിലുള്ള കോടതികളിലൊന്നിൽ പിന്നീട് പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയാണ് ചെയ്യുക. മാസപ്പടി കേസിൽ ED എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. എന്നാൽ SFIO കമ്പനി നിയമ വകുപ്പുകൾ ചുമത്തുന്നതോടെ മാത്രമേ ED കേസ് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ IT അനുബന്ധ സേവന കമ്പനിയായ എക്സലോജിക്കിന് കരിമണൽ ഖനന കമ്പനിയായ CMRL 1,72,00,000 രൂപ കൈമാറിയതിലും കടലാസ് കമ്പനിയായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 2016-2019 കാലത്ത് 78 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകിയതിലുമാണ് SFIO ED അന്വേഷണങ്ങൾ. ജനം, കൊച്ചി.